ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. അപ്പോൾ കേരളത്തിന്റെ ഒപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്. തമിഴ്നാട്ടിലും കേരളത്തിലും ഒരേ ടൈമിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ദിവസങ്ങളുടെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കുമെങ്കിലും ഏകദേശം അടുത്തടുത്ത ദിവസങ്ങളിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാലിൻ DMK നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി ഒന്നിച്ചാണ് അവിടെ മത്സരിക്കുന്നത്. തമിഴ്നാട്ടിലെ അതിന്റെ നേതൃത്വം DMK-ക്കാണ്. ഈ ഇടയായി പല അഭ്യൂഹങ്ങളും പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യ മുന്നണിയിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യ മുന്നണിയിൽ നിന്നല്ല DMK-യിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്മാറുകയാണ്. പകരം TVK വിജയ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുമായി സഖ്യത്തിലേർപ്പെടുകയാണ്, അങ്ങനെ ഒരു മുന്നണി രൂപീകരിക്കുകയാണ് എന്നൊക്കെയുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇപ്പോൾ തമിഴ്നാടിന്റെ PCC പ്രസിഡന്റ് അതിനൊരു വ്യക്തത വരുത്തിയിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു തീരുമാനം ഇതുവരെ ഇല്ല. DMK-യുമായി തന്നെ സഖ്യം തുടരാനാണ് സാധ്യത എന്ന് തന്നെയാണ് അദ്ദേഹം ഇന്ന് വ്യക്തമാക്കിയത്. കുറെ നേതാക്കന്മാർ കോൺഗ്രസിന്റെ കുറെ നേതാക്കന്മാർ തമിഴ്നാട്ടിൽ TVK-യുമായി സഖ്യം വേണം, TVK-ക്കാണ് വിജയസാധ്യത എന്നൊക്കെ അഭിപ്രായപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ അവിടെ ഉണ്ട്. ഇപ്പോൾ വിജയുടെ പരിപാടിയിലെ ജനപങ്കാളിത്തം തന്നെയാണ് അവരൊക്കെ അങ്ങനെ മാറ്റി ചിന്തിപ്പിക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ PCC അധ്യക്ഷൻ അത് വ്യക്തമാക്കിയത് DMK-യുമായി തന്നെയാണ് കൂട്ടുകെട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിൽ തർക്കങ്ങളോ വിഷയങ്ങളോ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളോ ഇതുവരെ ഇല്ല. ഇനി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അഖിലേന്ത്യാ നേതൃത്വമാണ്. സംസ്ഥാന കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം, PCC-യെ സംബന്ധിച്ചിടത്തോളം തർക്കങ്ങളൊന്നും ഇതുവരെ നിലവിലില്ല. മറിച്ച് എന്തെങ്കിലും തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ അത് അഖിലേന്ത്യാ തലത്തിൽ നിന്നായിരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അപ്പോൾ തമിഴ്നാട്ടിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഈ പഴയ സഖ്യം തുടരാൻ തന്നെയാണ് സാധ്യത എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതൊരു ഇടതുപക്ഷം തുടരും എന്ന് തന്നെയാണ് ഇതുവരെയുള്ള ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. മറിച്ച് ചർച്ചകളൊന്നും ഇതുവരെ എവിടെയും നടന്നതായിട്ട് റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇടതുപക്ഷവും കോൺഗ്രസും DMK-യും മുസ്ലിം ലീഗും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ സഖ്യം ഇപ്രാവശ്യവും തുടരും എന്ന് തന്നെയാണ് ഇതുവരെയുള്ള വാർത്തകളൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഈ സഖ്യങ്ങളൊക്കെയായി TVK നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. TVK വിപുലമായ ഒരു മുന്നണി രൂപീകരിക്കുന്നതിന്റെ മുന്നണി ഇപ്പോൾ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനോട് വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ പാർട്ടികളെ അതിലേക്ക് അടുപ്പിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി TVK നിരന്തരം പാർട്ടികളുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും സഖ്യത്തിൽ പ്രശ്നങ്ങളില്ല, ആവശ്യപ്പെട്ട സീറ്റ് കിട്ടും എന്നൊക്കെയാണ് PCC പ്രസിഡന്റിന്റെ അവകാശവാദം. AICC-യുടെ സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ഇതേ കാര്യം തന്നെയാണ് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. DMK സഖ്യം പുനഃപരിശോധിക്കണം എന്ന് ഒരു പറ്റം രണ്ടാം നിര നേതാക്കളാണ് ഇപ്പോൾ കൂടുതലായും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ DMK സഖ്യം പുനഃപരിശോധിക്കണം, അത് TVK-യുമായി സഖ്യത്തിൽ ഏർപ്പെടണം, അപ്പോൾ കൂടുതൽ സീറ്റുകൾ ലഭ്യമാകും എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. തമിഴ്നാട് നിയമസഭയെ സംബന്ധിച്ചിടത്തോളം ആകെ 188 സീറ്റാണ്, ആകെ 234 സീറ്റാണ് ഉള്ളത്. അതിൽ 188 സീറ്റിലാണ് DMK മത്സരിച്ചിട്ടുള്ളത്. അവർ കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചതാകട്ടെ 133 മണ്ഡലത്തിൽ ജയിച്ചത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 25 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചത്. 18 വിജയിക്കുകയും ചെയ്തു. 25 സീറ്റിൽ 7 സീറ്റില്ലാത്ത എല്ലാ സ്ഥലത്തും കോൺഗ്രസിന് വിജയിക്കാനും സാധിച്ചു. സഖ്യം അത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ്, എല്ലാവരും ഒന്നിച്ച് വിജയിക്കാനും സാധിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രാവശ്യം സീറ്റുകൾ കൂടുതൽ ലഭിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെയും പ്രതീക്ഷ. TVK-യുമായുള്ള സഖ്യത്തിൽ ഏർപ്പെടണമെന്ന രണ്ടാം നിര നേതാക്കന്മാരുടെ ആവശ്യം അത് തുടരുന്നുണ്ട് എങ്കിലും
ഇപ്പൊ PCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ക്ലിയറൻസ്, ഒരു വ്യക്തത ആണ് ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇന്ത്യ മുന്നണിയുടെ സഖ്യം തുടരാൻ തന്നെയാണ് സാധ്യത എന്നാണ് ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. കേരളത്തിന്റെ അതേ സമയത്ത് തന്നെയാണ് തമിഴ്നാട്ടിലും ഇലക്ഷൻ വരുന്നത്. ഇനിയിപ്പോ ഫെബ്രുവരി മാർച്ച് 2 മാസങ്ങളിൽ കൂടി ബാക്കിയുണ്ട്. ഇതിനിടക്കുണ്ടാകുന്ന ചർച്ചകളും മാറ്റങ്ങളും ഒക്കെ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാനും സാധ്യതയുണ്ട്. ഏതായാലും സഖ്യ ചർച്ചകളിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഇന്നിപ്പോ നമുക്ക് നേതാക്കന്മാർ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതുവരെയുള്ള ഇന്ത്യ സഖ്യം തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. TVKയുമായി തൽക്കാലം സഖ്യത്തിനോ മറ്റോ മുതിരേണ്ടതില്ല എന്നാണ് സീനിയർ നേതാക്കന്മാരുടെയൊക്കെ അഭിപ്രായമെങ്കിൽ രണ്ടാം നിര നേതാക്കന്മാരാണ് ഈ TVKയുമായി സഖ്യത്തിൽ ഏർപ്പെടണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഡൽഹി രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെയുടെയും ഒക്കെ തീരുമാനങ്ങളായിരിക്കും ഇനി ഇതിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ. ഏതായാലും ഇതുവരെ സഖ്യത്തിൽ പറയത്തക്ക വിള്ളലുകളൊന്നും തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. സഖ്യത്തിൽ ഇതുവരെ വിള്ളലുകളൊന്നും പറയത്തക്ക വിള്ളലുകളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സഖ്യം തുടരാൻ തന്നെയാണ് സാധ്യത എന്ന് തന്നെയാണ് നമ്മള് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത്. മറിച്ചുള്ള ഏതെങ്കിലും തീരുമാനം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും സീനിയർ നേതാക്കളുടെയൊക്കെ അഭിപ്രായത്തിൽ DMKയിൽ തുടരണം എന്ന് തന്നെയാണ് അവരും അഭിപ്രായപ്പെടുന്നത്. എന്നാൽ സീറ്റുകൾ കൂടുതൽ ലഭിക്കും, DVKക്കാണ് ഭരണ ജയസാധ്യത എന്നൊക്കെയാണ് മറ്റുള്ള നേതാക്കളുടെ ഒക്കെ അഭിപ്രായം. അങ്ങനെയാണ് ഈ സഖ്യം വിടണം എന്ന ഒരു ചർച്ച തന്നെ മുന്നോട്ട് വന്നത്. TVKയുമായി സഹകരിക്കുമ്പോൾ കൂടുതൽ സീറ്റുകൾ മത്സരിക്കാൻ സാധിക്കും, അതുകൊണ്ട് തന്നെ കൂടുതൽ നേതാക്കന്മാർക്ക് സീറ്റ് കിട്ടും എന്നൊക്കെ തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ സീനിയർ നേതാക്കൾക്ക് DMKയുമായും കുറച്ച് താഴെയുള്ള നേതാക്കൾക്ക് TVKയുമായും സഖ്യത്തിൽ ഏർപ്പെടുന്നതിന്റെ താല്പര്യം. സീറ്റുകൾ DMKയിൽ ഇനിയിപ്പോ സീറ്റ് കൂടാനൊന്നും പറയത്തക്ക സാധ്യതയൊന്നുമില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. 25 സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം തന്നെ മത്സരിച്ചിട്ടുണ്ട്. അതേസമയത്ത് TVKയിലാവുമ്പോൾ വലിയ ഒരു സംഖ്യ ഇതിലേക്ക് സീറ്റുകളുടെ എണ്ണം കൂടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ കൂടുതൽ നേതാക്കന്മാർക്ക്, കോൺഗ്രസിന്റെ കൂടുതൽ നേതാക്കന്മാർക്ക് മത്സര ടിക്കറ്റ് കിട്ടും, മത്സരിക്കാൻ സാധിക്കും എന്നത് അതാണ് അവരുടെ കണക്കുകൂട്ടൽ. ആ കണക്കുകൂട്ടലിലാണ് അവർ TVKയുമായി സഖ്യത്തിൽ ഏർപ്പെടുകയാണ് നല്ലത് എന്ന അഭിപ്രായം ഉന്നയിച്ചിരിക്കുന്നത്. അത് നമുക്ക് സീനിയർ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ സീറ്റ് ഏകദേശം ഉറപ്പിച്ച ഇതാണ്. അവർക്ക് ഇനി ഒരു മുന്നണി മാറുന്നത്, ഒരു പാർട്ടി മാറുന്നത് ഒക്കെ, മുന്നണി മാറുന്നത് പ്രയാസകരമാണ്. ഉറപ്പായ സീറ്റുകൾ ലഭിക്കാതെ വരുമോ എന്ന ഒരു ആശങ്കയാണ് അവർക്കുള്ളത്. എന്നാൽ മറ്റു നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം സീറ്റുകൾ കിട്ടും എന്ന ഒരു സന്തോഷവുമാണ് അവർക്കുമുള്ളത്. ഇതുകൊണ്ട് തന്നെയാണ് മുന്നണി മാറണ്ട എന്ന ചർച്ച ഇതുവരെ ഉണ്ടായിരുന്നത്. എങ്കിലും ഇപ്പോഴും ഒരു 100% വ്യക്തത ഇവിടെ എത്തിയിട്ടില്ല. എങ്കിലും തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം PCC പ്രസിഡന്റ് അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവച്ചത്. ഇനി അഖിലേന്ത്യാ നേതൃത്വമാണ് കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന ഒരു പോയിന്റ് കൂടി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇനിയുള്ള മാസങ്ങളിൽ 10-50 ദിവസങ്ങളാണ് ഇനി ബാക്കിയുണ്ടാവുക, 60 ദിവസത്തിന്റെ അടുത്ത് ബാക്കിയുണ്ടാവും. ഈ സമയങ്ങളിൽ ഇനി ഉരുത്തിരിയുന്ന ചർച്ചകളായിരിക്കും മുന്നണി മാറ്റമുണ്ടാകുമോ ഇല്ലയോ എന്നത് കൂടുതൽ വ്യക്തത വരിക. ഇന്നത്തെ വ്യക്തത അനുസരിച്ച് മുന്നണി മാറേണ്ടതില്ല എന്ന് തന്നെയാണ് PCC പ്രസിഡന്റും അഖിലേന്ത്യാ സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ഒക്കെ അഭിപ്രായപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ തൽക്കാലം ഒരു മുന്നണി മാറ്റം ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. DMK നേതൃത്വം നൽകുന്ന കോൺഗ്രസും മുസ്ലിം ലീഗും ഇടതുപക്ഷവും ഒക്കെ അതിൽ ഉൾപ്പെടുന്ന മുന്നണി തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഇനി ഉള്ള ദിവസങ്ങളിൽ TVKയുമായി ഏതെങ്കിലും നീക്കുപോക്കുകൾ ഉണ്ടാകുമോ എന്നത്
സംശയാതീതമാണ്. കാരണം ആർക്കും അതിലൊരു വ്യക്തത ഇതുവരെ ഇല്ല. ടി.വി.കെ ആണെങ്കിൽ നിരന്തരമായി എല്ലാ പാർട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുമുണ്ട്. അപ്പൊ ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ അതിന് നമുക്ക് ഒരു വ്യക്തത പ്രതീക്ഷിക്കാം. ഏതായാലും ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. DMK നേതൃത്വം നൽകുന്ന മുന്നണിയിൽ തന്നെ തുടരും എന്ന് തന്നെയാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാൻ ഓർമ്മിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.